ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇൻഡോ ലേണിംഗിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന ലെസന്റെ പാർട്ട് 3 ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? യെസ്, ഹരിതഗിരിയിലേക്ക് ധാരാളം പക്ഷികളെത്തി. ഗ്രാമവാസികൾ പക്ഷികൾക്കൊരുക്കിയ സൽക്കാരത്തിൽ അവർ സന്തോഷിച്ചു. അങ്ങനെ ഉത്സവകാലം അവസാനിച്ചു. പക്ഷികൾ അവരുടെ കുഞ്ഞുങ്ങളുമായി അവരുടെ നാട്ടിലേക്ക് പറന്നുപോയി. പക്ഷികളുടെ തൂവലുകൾ ശേഖരിക്കുമ്പോൾ ടിങ്കിളിനും ഡിംപിളിനും ഒരു സ്വർണ്ണക്കളറുള്ള മുട്ട, അതായത് ഗോൾഡൻ എഗ് കിട്ടി. അത് മഴവിൽ പക്ഷിയുടെ മുട്ടയായിരുന്നു. ആ മുട്ട അടയിരിക്കുന്ന പിടക്കോഴിയുടെ മുട്ടയുടെ കൂടെ വെച്ച് അത് വിരിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ടിങ്കിളിന്റെയും ഡിംപിളിന്റെയും മുത്തച്ഛൻ അവരുടെ വീട്ടിൽ വന്നു. അപ്പോൾ അദ്ദേഹം ആ പക്ഷിക്കുഞ്ഞിനെ കാണുകയും അത് റെയിൻബോ ബേർഡിന്റെ അഥവാ മഴവിൽ പക്ഷിയുടെ കുഞ്ഞാണെന്ന് അവരോട് പറയുകയും ചെയ്തു. അവർ അത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദ ന്യൂസ്, വാർത്ത എബൌട്ട് ദി റെയിൻബോ ബേർഡ്, റെയിൻബോ ബേർഡിനെ കുറിച്ചുള്ള വാർത്ത സ്പ്രെഡ്, പരന്നു, ഓൾ എറൗണ്ട്, ചുറ്റിലും. റെയിൻബോ ബേർഡിനെ കുറിച്ചുള്ള വാർത്ത ചുറ്റിലും പരന്നു. പീപ്പിൾ, ജനങ്ങൾ, കെയിം, വന്നു, ടു സീ, കാണാൻ, ദ ബേർഡ്, ജനങ്ങൾ ആ പക്ഷിയെ കാണാൻ വന്നു. അപ്പൊ അവരെന്ത് പറഞ്ഞു നോക്കൂ. ലെറ്റ്സ് ക്ലീൻ, നമുക്ക് വൃത്തിയാക്കണം. ദ റിവർ, നദി, നമുക്ക് നദി വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കിയാൽ ഇനിയും ധാരാളം റെയിൻബോ ബേർഡ്സ് വരും. റെയിൻബോ ബേർഡ്സ് വിൽ കം അഗെയിൻ, റെയിൻബോ ബേർഡ്സ് വീണ്ടും വരും. സെഡ്, പറഞ്ഞു. ദ പീപ്പിൾ, ജനങ്ങൾ പറഞ്ഞു. വിൽ ദ വില്ലേജേഴ്സ് ക്ലീൻ ദ റിവർ, നദി ഗ്രാമവാസികൾ വൃത്തിയാക്കുമോ? നമുക്ക് നോക്കാം. യെസ്, പീപ്പിൾ, ജനങ്ങൾ, സ്റ്റാർട്ടഡ്, തുടങ്ങി, ക്ലീനിങ്, വൃത്തിയാക്കാൻ, ദ റിവർ, നദി, നദി വൃത്തിയാക്കാൻ ജനങ്ങൾ തുടങ്ങി. നോക്കൂ, ഇവിടെ നദി വൃത്തിയാക്കുന്നത് നമുക്ക് കാണാം. ദേ, അവർ, ജനങ്ങൾ, പുൾഡ് ഔട്ട്, പുൾഡ് ഔട്ട് എന്നാൽ പുറത്തെടുത്തു. ഓൾ ദി വീഡ്സ് എന്നാൽ കളകൾ, ആൻഡ് കൂടാതെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അവർ കളകളും പ്ലാസ്റ്റിക് ബോട്ടിൽസും പുറത്തേക്കെടുത്തു. ദേ, അവർ, റിമൂവ്ഡ്, നീക്കി, ദ മഡ്, ചെളി, അവർ ചെളിയും നീക്കി. ദ റിവർ, നദി, ബിക്കെയിം, ആയി, ക്ലീൻ, വൃത്തിയുള്ളത്. ആസ് ബിഫോർ, ആസ് ബിഫോർ എന്നാൽ മുമ്പത്തെ പോലെ, നദി മുമ്പത്തെ പോലെ വൃത്തിയായി. ഹാവ് യു സീൻ പീപ്പിൾ ഡംപിംഗ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, ഡംപിംഗ് എന്നാൽ വലിച്ചെറിയുക. ജനങ്ങൾ പൊതുസ്ഥലത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഇറ്റ്, നമുക്ക് അത് എങ്ങനെ നിർത്താം? ദ നെക്സ്റ്റ്, അടുത്ത, ഫെസ്റ്റിവൽ സീസൺ, ഉത്സവകാലം, കെയിം, എത്തി, അടുത്ത ഉത്സവകാലം എത്തി. മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ്, ധാരാളം തരത്തിലുള്ള പക്ഷികൾ, എറൈവ്ഡ്, എത്തി, ധാരാളം തരത്തിലുള്ള പക്ഷികൾ അവിടെ എത്തി. ഡിംപിൾ ലുക്ഡ്, നോക്കി, അറ്റ് ദി സ്കൈ, ഡിംപിൾ ആകാശത്തിലേക്ക് നോക്കി. വിൽ ഗോൾഡീസ് മദർ കം, ഗോൾഡിയുടെ അമ്മ വരുമോ? ഷീ തോട്ട്, അവൾ ചിന്തിച്ചു. ഡു യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഗോൾഡീസ് മദർ വിൽ കം, ഗോൾഡിയുടെ അമ്മ വരുമെന്ന്. വൈ, എന്തുകൊണ്ട്? കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടോ? യെസ്, നമുക്ക് നോക്കാം. സഡൻലി, പെട്ടെന്ന്, ടിങ്കിൾ ആൻഡ് ഡിംപിൾ, ടിങ്കിളും ഡിംപിളും സോ, കണ്ടു, എ വണ്ടർഫുൾ, ഒരു അത്ഭുതകരമായ സൈറ്റ്, കാഴ്ച. പെട്ടെന്ന് ടിങ്കിളും ഡിംപിളും ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച? ഹൺഡ്രഡ്സ്, നൂറുകണക്കിന്, ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ്, നൂറുകണക്കിന് മഴവിൽ പക്ഷികൾ,
ഇൻ ദ സ്കൈ ആകാശത്തിൽ, ആകാശത്തിൽ നൂറുകണക്കിന് മഴവിൽ പക്ഷികൾ. ലുക്ക് നോക്കൂ, ദേ ആർ കമ്മിങ്, അവ ആർ കമ്മിങ് വരികയാണ്, മഴവിൽ പക്ഷികൾ വരികയാണ്. ദ റെയിൻബോ ബേർഡ്സ്, മഴവിൽ പക്ഷികൾ അല്ലെ, അത്ഭുതത്തോടെ പറഞ്ഞു. ദ ചിൽഡ്രൻ, കുട്ടികൾ, ഷൗട്ടഡ് ഇൻ ജോയ്, ജോയ് എന്നാൽ സന്തോഷം. ദ ചിൽഡ്രൻ ഷൗട്ടഡ്, കുട്ടികൾ സന്തോഷത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദ ബേർഡ്സ്, ആ പക്ഷികൾ, ലാൻഡഡ് ഇറങ്ങി, ഓൺ ദ ക്ലീൻ റിവർ, വൃത്തിയുള്ള നദിയിൽ. ആൻഡ് എന്നിട്ട് സ്വാം നീന്തി, സ്വിം നീന്തുക, സ്വാം നീന്തി. എങ്ങനെയാണ് നീന്തിയത്? ജോയ്ഫുള്ളി, സന്തോഷത്തോടെ. പക്ഷികൾ പുഴയിലിറങ്ങി സന്തോഷത്തോടെ നീന്തി. വിൽ there be ഗോൾഡീസ് മദർ, ഗോൾഡിയുടെ അമ്മ അതിലുണ്ടാകുമോ? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അടുത്തതായി എന്താണ് സംഭവിക്കുക? നമുക്ക് നോക്കാം. ദ റെയിൻബോ ബേർഡ്സ്, മഴവിൽ പക്ഷികൾ, എൻജോയ്ഡ് ആസ്വദിച്ചു, ദ ഡേയ്സ് ദിവസങ്ങൾ, ഇൻ ഹരിതഗിരി, ഹരിതഗിരിയിലെ ഉത്സവ ദിവസങ്ങൾ മഴവിൽ പക്ഷികൾ ആസ്വദിച്ചു. ദേ അവർ ലെയ്ഡ് എഗ്സ്, മുട്ടകളിട്ടു, ആൻഡ് ഹാച്ച്ഡ് ഔട്ട്, വിരിഞ്ഞു, മെനി റെയിൻബോ ബേർഡ്സ്, ധാരാളം മഴവിൽ പക്ഷികളുടെ കുഞ്ഞുങ്ങൾ. മഴവിൽ പക്ഷികൾ മുട്ടയിട്ടു, ധാരാളം മഴവിൽ പക്ഷികളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ദ ഫെസ്റ്റിവൽ എൻഡഡ്, ആ ആഘോഷം, ഉത്സവം അവസാനിച്ചു. വാട്ട് വിൽ ദ റെയിൻബോ ബേർഡ്സ് ഡു നൗ, ഇപ്പോൾ മഴവിൽ പക്ഷികൾ എന്താണ് ചെയ്യുക? ഉത്സവമെല്ലാം അവസാനിച്ചു. നമുക്ക് നോക്കാം. ദ സീസൺ എൻഡഡ്, സീസൺ എന്നാൽ കാലം. ദ സീസൺ എൻഡഡ്, കാലം എൻഡഡ് അവസാനിച്ചു. ദ ബേർഡ്സ് സ്റ്റാർട്ടഡ്, പക്ഷികൾ തുടങ്ങി, ടു ഫ്ലൈ ബാക്ക്, തിരിച്ചു പറക്കാൻ. വേനൽക്കാലം കഴിഞ്ഞു, പക്ഷികൾ തിരിച്ചു പറക്കാൻ തുടങ്ങി. ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ, സണ്ണി ആഫ്റ്റർനൂൺ, സണ്ണി എന്നാൽ വെയിലുള്ള, പ്രകാശമുള്ള എന്നാണ് അർത്ഥം. ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ, ഒരു തെളിഞ്ഞ ഉച്ച കഴിഞ്ഞ്. ദ ഹോൾ, ഹോൾ എന്നാൽ മുഴുവൻ, ഫ്ലോക്ക് കൂട്ടം. ദ ഹോൾ ഫ്ലോക്ക് ഓഫ് ഗോൾഡൻ ബേർഡ്സ്, മഴവിൽ പക്ഷികളുടെ മുഴുവൻ കൂട്ടവും, ഫ്ലൂ അപ്പ്, ഉയർന്നു പറന്നു, ടു ദി സ്കൈ, ആകാശത്തിലേക്ക്. ഒരു തെളിഞ്ഞ ഉച്ച കഴിഞ്ഞ് മഴവിൽ പക്ഷികളുടെ മുഴുവൻ കൂട്ടവും ആകാശത്തിലേക്ക് പറന്നു. ദേർ, അവരുടെ ഫെദേഴ്സ്, തൂവലുകൾ, ഷോൺ ബ്രൈറ്റ്, ഷോൺ ബ്രൈറ്റ് എന്നാൽ തിളങ്ങി, ഇൻ ദ സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ. അവരുടെ തിളങ്ങുന്ന തൂവലുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. വാട്ട് വിൽ ഗോൾഡി ഡു നൗ, ഗോൾഡി ഇപ്പോൾ എന്താണ് ചെയ്യുക? നോക്കൂ, നമുക്ക് നോക്കാം. ഡിംപിൾ ആൻഡ് ടിങ്കിൾ വാച്ച്ഡ്, ശ്രദ്ധിച്ചു. ഡിംപിളും ടിംപിളും ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചത്? ദ ബേർഡ്സ്, പക്ഷികൾ, ഫ്ലൈയിങ്, പറക്കുന്നത്, ഫാർ അവേ, അകലത്തിൽ. ഡിംപിളും ടിംപിളും അകലത്തിലേക്ക് പക്ഷികൾ പറക്കുന്നത് ശ്രദ്ധിച്ചു. സഡൻലി, പെട്ടെന്ന്, വൺ ഓഫ് ദി ബേർഡ്സ്, വൺ ഓഫ് ദി ബേർഡ്സ് എന്നാൽ പക്ഷികളിൽ ഒന്ന്, took a turn, തിരിഞ്ഞ്, ആൻഡ് ഫ്ലൂ ബാക്ക്, തിരിച്ചു പറന്നു, ടു ദം, അവരുടെ അടുത്തേക്ക്. പെട്ടെന്ന് അതിലെ ഒരു പക്ഷി തിരിഞ്ഞ് അവരുടെ അടുത്തേക്ക് പറന്നു. അത്, ആ പക്ഷി, ടച്ചഡ്, തൊട്ടു, ഗോൾഡി, ഗോൾഡിയെ തൊട്ടു, വിത്ത്, കൊണ്ട്, ഇറ്റ്സ് വിങ്സ്, അതിന്റെ ചിറകുകൾ കൊണ്ട്, ആൻഡ് ഫ്ലൂ അപ്പ്, എന്നിട്ട് മുകളിലേക്ക് പറന്നുപോയി. അത് ഗോൾഡിയുടെ ചിറകുകളിൽ തൊട്ട് മുകളിലേക്ക് പറന്നുപോയി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗോൾഡീസ് ഐസ്, ഗോൾഡിയുടെ കണ്ണുകൾ വൈഡൻഡ്, വിടർന്നു. അപ്പോൾ ഇതാരായിരിക്കും കൂട്ടുകാരെ? യെസ്, ഗോൾഡിയുടെ അമ്മയായിരിക്കും. വൈ ഡിഡ് ദ റെയിൻബോ ബേർഡ് കം ബാക്ക്, എന്തുകൊണ്ടാണ് ആ മഴവിൽ പക്ഷി തിരിച്ചു വന്നത്? നമുക്ക് നോക്കാം. സൂൺ, പെട്ടെന്ന്, ഗോൾഡി ഓൾസോ ഫ്ലാപ്ഡ്, ഗോൾഡി ഓൾസോ, ഓൾസോ എന്നാൽ കൂടാതെ, ഫ്ലാപ്ഡ്, അടിച്ചു, ഇറ്റ്സ്, അതിന്റെ
ലിറ്റിൽ ചെറിയ വിങ്സ് ചിറകുകൾ. പെട്ടെന്ന് ഗോൾഡി അതിന്റെ ചെറിയ ചിറകുകൾ അടിച്ചു. ദ ബേർഡ്സ് പക്ഷികൾ ഫ്ലൂ അപ്പ് മുകളിലേക്ക് പറന്നു. ആൻഡ് ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമായി. ഇൻ ദ സ്കൈ ആകാശത്തിൽ. അങ്ങനെ പക്ഷികൾ മുകളിലേക്ക് പറന്നു, ആകാശത്തിൽ അപ്രത്യക്ഷമായി. ബൈ ഗോൾഡി, ഗോൾഡി ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. അടുത്ത ഉത്സവത്തിന്, ആഘോഷത്തിന് കാണാം. ദ ചിൽഡ്രൻ കുട്ടികൾ വെയ്വ്ഡ് വീശി. their hands അവരുടെ കൈകൾ. കുട്ടികൾ അവരുടെ കൈകൾ ഗോൾഡിക്കായി വീശി. ഗോൾഡിയും അതിന്റെ അമ്മ പക്ഷിയും പറന്നുയർന്നു. ഹരിതഗിരി എന്ന മനോഹരമായ ആ കൊച്ചു ഗ്രാമവും ഗ്രാമവാസികളും നമുക്ക് നൽകുന്ന പാഠം എന്താണ് കൂട്ടുകാരെ? നമ്മൾ പക്ഷികളെ സ്നേഹിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ ഭൂമിയെ മനോഹരമാക്കണം. ഓക്കെ ഡിയേഴ്സ്, ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ.